ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കന്യാകുമാരി യാത്രയ്ക്കാണ് പോകുന്നത്. 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോ വന്നു. ഓട്ടോയിൽ കയറി നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടുന്ന് നമ്മൾ പുനലൂർ കന്യാകുമാരി പാസഞ്ചറിലാണ് പോകുന്നത്. ഇതിൽ നിന്ന് വെറും 45 രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക്. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അമ്മയും അച്ഛനും ചേച്ചിയും ഞാനും കുഞ്ഞാവയും. അപ്പോൾ നമ്മുടെ ഇപ്പം ട്രെയിൻ പുറപ്പെടുന്നത് 6:35 കേട്ടോ. 6:35 ട്രെയിൻ പോകുന്നത്. അപ്പോൾ ആവണീശ്വരം എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നിന്ന് നേരെ കൊല്ലം ജംഗ്ഷൻ, പിന്നെ ട്രിവാൻഡ്രം സെൻട്രൽ. ഇതിൻ്റെ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ 6:35 ട്രെയിൻ വിട്ടിട്ട് കന്യാകുമാരിയിൽ എത്തുമ്പോൾ 12 മണിയാവും കേട്ടോ. 12:30 പറഞ്ഞ 12 മണിയായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കന്യാകുമാരി ടൗണിലേക്ക് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ കന്യാകുമാരി ടൗണിലേക്ക് പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് നടന്ന് വേണമെങ്കിലും പോവാം. ഓട്ടോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചാർജസ് വരുമായിരിക്കും. പിന്നെ അവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ബസ് റൂട്ടുണ്ട്. ബസ്സിന് ഇവിടുന്ന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് 5 രൂപയേ ഉള്ളൂ. നമുക്ക് ബീച്ചിൽ തന്നെ ഇറങ്ങാൻ പറ്റും. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയാണ്. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ 12 മണിക്ക് വന്നേ. 10 മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ വെയിറ്റിംഗ് ഏരിയയും പിന്നെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ക്ലോക്ക് റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് കുഞ്ഞാവ അവിടെ ഇരുന്ന് ആൾക്കാരൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ഇവിടുന്ന് ഓട്ടോയിൽ പോയാൽ അവർ 150 രൂപ 900 രൂപ, നമ്മൾ അറിയാത്ത ആൾക്കാർ 900 150 മേടിക്കും. പക്ഷെ നമുക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്ററുകൾ നടക്കാൻ വേണ്ടിയിട്ട്, നടക്കാൻ പറ്റുന്നവർക്ക് നടന്ന് പോകുന്നേ നല്ലത്. അല്ലെങ്കിൽ ബസ്സിന് കയറി 5 രൂപ കൊടുത്ത് അവർ ബീച്ചിൽ കൊണ്ടിറക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ കയറി ഇരുന്ന് റെസ്റ്റ് എടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഒരുപാട് വിളിക്കും കേട്ടോ. അങ്ങോട്ട് വന്നൊക്കെ ഹോട്ടൽസുകാരും ഓട്ടോക്കാരും ഒക്കെ വിളിക്കും. അങ്ങോട്ടൊന്നും പോകരുത്. നമ്മൾ 12 മണിക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിവേകാനന്ദ പാറയും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും കാണാൻ വേണ്ടിയിട്ട് പോകണം. അവിടെ 100 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക്. ഇപ്പോൾ ഗൂഗിൾ പേയും എല്ലാം അവിടെ ഇതുണ്ട്. ഇപ്പം സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപയുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. അതൊക്കെ എടുത്ത് പോകുന്നത് നല്ല നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്ത് അല്ല, ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ അവിടെ വലിയ ക്യൂ കാണില്ല. രാവിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിന്ന് അവിടം വരെ പോകണം. ഇപ്പോൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇരിക്കാൻ പറ്റുള്ള സീറ്റൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ക്യൂ നിന്നിട്ട് അങ്ങോട്ട് ചെന്ന് അതൊക്കെ കാണാം. നമ്മൾ നിന്നാണ് പോകുന്നത്. അപ്പം 2 സൈഡിലും കടലും. ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ വിവേകാനന്ദ പാറയും കന്യാകുമാരി ഫുള്ളും നമുക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിന്റിൽ കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് നല്ലതുപോലെ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ പയ്യെ പോയാൽ മതി. പക്ഷെ കുഞ്ഞാവയ്ക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ലതുമായിട്ട് വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കയറിയിട്ട് വന്നു. ഞങ്ങൾ അവിടേക്ക് പോയത് ചെന്ന് ഇറങ്ങി 12 മണിയായ അവിടുന്ന് ചെന്നു. അവിടുന്ന് ബസ് കയറി. ബസ്സിന് 5 രൂപയുണ്ടായിരുന്നു ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 5 സെക്കൻഡ് അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിൻ്റെ അവിടേക്ക് ഇറക്കി. നമ്മൾ പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പല്ല, ബോട്ടാണ് കേട്ടോ. ബോട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ബോട്ടിലേക്ക് കയറി നമ്മൾ ബോട്ടിൽ കയറിയിട്ട് എല്ലാവർക്കും ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടും. അപ്പോൾ നമ്മൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പറയാം അവിടെ ഇരിക്കേണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അവിടെ നീങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. നമ്മളുടെ സ്ഥലം നമ്മൾ തന്നെ പിടിച്ചിട്ട് ഇരിക്കുക. അപ്പം ഈ ബോട്ട് നമ്മൾ ഈ കടലിൽ കുറേ നേരം നിർത്തും ഈ ഫുൾ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആൾക്കാർക്ക് എണ്ണീരുന്ന് ഫോട്ടോയോ വീഡിയോസൊക്കെ എടുക്കാം. ഭയങ്കര നിലവിളിയും കൂക്കൊക്കെ ആയിരിക്കും കേട്ടോ അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ. ഒരു ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, ഒരു സായിപ്പ് മദാമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു ലൈഫ് ജാക്കറ്റ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പക്ഷെ അവരാർക്കും കൊടുക്കുന്നില്ല. ലൈഫ് ജാക്കറ്റ് ആരും കൊടുത്തിട്ടില്ല.
നല്ലതുപോലെ ഞങ്ങൾ ഇരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെരുപ്പ് ഇവിടെ ഊരി വെച്ചിട്ട് വേണം മേലേക്ക് പോകാൻ കേട്ടോ. ഇത് വിവേകാനന്ദ പാറയാണ്. വിവേകാനന്ദ പാറ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. കുടിക്കാൻ വെള്ളം അവർ വെച്ചിട്ടുണ്ട്. ഇത് വിവേകാനന്ദ പാറയുടെ ഉൾവശമാണ്. ഉൾവശത്ത് നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് പുറത്ത് ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഈ വ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞാവ അവിടെ ഇരുന്ന് പാല് കുടിക്കുകയാണ്. ഈ കുഞ്ഞാവയ്ക്ക് പിന്നെ പ്രശ്നം വന്നപ്പോൾ അച്ഛൻ പിന്നെ വെള്ളം കൊണ്ട് കൊടുത്തേക്കാണ്. ഇവിടുന്ന് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറിൻ്റെ ഒരു പാലമാണ് കേട്ടോ. ഇത് നല്ലതുപോലെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഇരിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ നടന്ന് പോവാം. പക്ഷെ ചാടുകയോ ഓടുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യല്ല. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഈ നടുക്ക് കാണുന്നതാണ് കണ്ണാടിയുടെ ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഇത് ആദ്യമൊക്കെ കാണുമ്പം പേടിയാവും. പക്ഷേ പിന്നെ കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല. കാരണം ജസ്റ്റ് ഒരു അറപ്പുണ്ടാവും പെട്ടെന്ന് ചവിട്ടുമ്പം. പക്ഷെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല പാറക്കഷ്ണങ്ങളാണ് നല്ല താഴെ. പക്ഷെ നമ്മൾ തിരമാലകളുടെ മണ്ടയിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. ഇത് കണ്ടോ എല്ലാവരും തിരമാലയുടെ കൂടെ നടക്കുന്നത്. അപ്പം കുഞ്ഞാവയ്ക്ക് പക്ഷേ ഇറങ്ങി നടക്കാൻ നല്ല പേടിയായിരുന്നു. പുള്ളിക്കാരൻ ഇറങ്ങി നടന്നതേയില്ല. പിന്നെ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഇറങ്ങി നടന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കന്യാകുമാരിയിലായതുകൊണ്ട് തന്നെ നമുക്ക് പോയി പെട്ടെന്ന് കാണാവുന്നതല്ലേ. നല്ല വെയിലാട്ടോ. നമ്മുടെ ഉച്ചയിലാണ് വെയിലടിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഒരു ദിവസത്തെ യാത്രയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ബസ്സിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കണ്ണാടി ബ്രിഡ്ജൊക്കെ കണ്ടതിന് ശേഷം വിവേകാനന്ദ പാറയും കണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ ഇവിടുന്ന് ഈ ബോട്ടിൽ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല, ഇരിക്കാനോ എന്നൊക്കെ. അതാണ് വിവേകാനന്ദ പാറയിൽ ഒരു പ്രതിമയാണ്. അത് കണ്ടതിന് ശേഷം പ്രതിമയുടെ പേര് മറന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അവിടെ നല്ല വ്യൂ ആട്ടോ. അതിൻ്റെ കയറാനും ഇറങ്ങാനും ഒക്കെ അടിപൊളി ഒരു വ്യൂ ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഫിനിച്ച് പോവരുത്, ശ്രദ്ധിച്ച് നിൽക്കണം. നമ്മുടെ നമ്മളവിടെ ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി രസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത്രയും സ്വർണ്ണത്തിന് വില കൂടിയ സമയത്തൊക്കെ ഇവർ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇത്രയും ഒരു ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെന്താ വന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വെള്ളം ഇരിക്കാനുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പൊള്ളുന്ന വെയിലായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ കാല് പൊള്ളത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെള്ളം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ വെള്ളം പെയിൻറ്റിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കാല് പൊള്ളത്തില്ല. പിന്നെ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. നല്ല ഫിഷാടനം ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഫിഷാടനം നിരോധിച്ച് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ നല്ലൊരു സ്ഥലത്തേക്ക് താമസിപ്പിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇതാണ് അടിപൊളിയാണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്ന ഒരു കാഴ്ച. ഗ്ലാസ് ബ്രിഡ്ജിലും വിവേകാനന്ദ പാറയിലും കയറാൻ 30 രൂപ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ 300 രൂപ കൊടുത്തിട്ട് 30 രൂപ പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊരു സംഭവമാണ്. ബോട്ട് സവാരി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഗാന്ധി മണ്ഡപം പോവാം. അത് കഴിഞ്ഞിട്ട് ഗാന്ധി മണ്ഡപമാണ്, അതായത് ഗാന്ധി നിനയിപ്പ് മണ്ഡപം എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പാടില്ല. ചെരുപ്പ് ഊരി വെച്ച് ചെരുപ്പിന് 15 രൂപയാണ്, അതായത് 5 രൂപയാണ് ഒരാളുടെ ചെരുപ്പിന് കേട്ടോ. അങ്ങനെ ചെരുപ്പ് അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. എന്നിട്ട് അവിടെ ഗാന്ധിജിയുടെ ചെറുപ്പകാലം മുതൽ മരിക്കുന്നത് വരെയുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലം അവിടെയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും
സമരത്തിന് പോയ കാര്യങ്ങൾ എല്ലാം, കല്യാണം, കുടുംബം, അമ്മയുടെ അച്ഛനെ ഫോട്ടോസ്, മക്കളുടെ ഫോട്ടോസ്, നെഹ്റുവിൻ്റെ ഫോട്ടോസ്, അങ്ങനെ ഓരോരോ ഫോട്ടോസ്, സത്യാഗ്രഹത്തിന് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഭാഗത്ത് ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ നിന്നൊക്കെ നമുക്ക് പുസ്തകമൊക്കെ എടുത്ത് വായിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോകാം. നമുക്കതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിന് യാതൊരു വിലക്കൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ എടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നിശബ്ദമായിട്ട് നമ്മൾ വേണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ കേട്ടോ. പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് മാത്രമാണ് പൈസ കൊടുക്കാനുള്ളത്. അത് 5 രൂപയാണ് ഒരാളുടെ ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് വരുന്നത്. നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് വരാമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഏകദേശം എല്ലാം കൂടെ വരുന്നത് തന്നെ ഇപ്പോൾ തന്നെ ഒരു 500 രൂപയ്ക്കുള്ളിലേക്ക് ആയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കയറാം കേട്ടോ. ചെരുപ്പ് ഊരിയിട്ട് കയറാം എന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഇതിൽ കയറുന്നതിന് ചാർജസ് ഒന്നും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് ഗാന്ധിജിനെ കുറിച്ച് എല്ലാ കാര്യം A to Z കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. കാര്യം പിന്നെ ജനിച്ചിടം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അവർ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർ നല്ല നിശബ്ദമായിട്ടിരിക്കാൻ ശ്രമിക്കണം. പിന്നെ അവരതിൻ്റെ അകത്ത് തന്നെ നടന്ന് കാണാനും കേൾക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മളിവിടുന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു കുട്ടി പാർക്കുണ്ട്. പിന്നെ ചർക്കയിൽ നൂല് നൂക്കുന്നതായിട്ടുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബിംബം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നൂല് നോക്കുന്നതായിട്ട് ഒരു ഗോൾഡൻ കളറിലാണ് അവരത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് ഇവിടെ വന്നവർ വിസിറ്റ് ചെയ്യും. അവരാണെങ്കിൽ ഒരു ദൈവത്തിനെ പോലെയാണ് തൊട്ടിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് രാഷ്ട്രപിതാവ് എന്നതിലപ്പുറം നമ്മൾ ഗാന്ധിജിനെ പ്രാർത്ഥിക്കാറില്ലല്ലോ. പക്ഷെ അവരൊക്കെയാണ് വന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ലൊരു തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമുക്കൊരു നല്ല ഒരു ഇതായിട്ടാണ് തോന്നിയത്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു വീഡിയോസാണ് ഗാന്ധിജിയുടെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോ ഇത്തിരി ലെങ്തായി പോയാലും നിങ്ങൾ ഇത് നല്ലതുപോലെ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു A to Z കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഗാന്ധിജി എന്തൊക്കെ ചെയ്തു, പുസ്തകങ്ങൾ എഴുതിയത്, സത്യാഗ്രഹത്തിന് പോയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, വസ്ത്രം ഉപേക്ഷിച്ചിട്ട് ബഹിഷ്കരിച്ചിട്ട് ഉള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചത് ഒക്കെ ഇതിൻ്റെ അകത്ത് നല്ല ക്ലിയറും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആടിനെ മേടിച്ചു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധി മണ്ഡപം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്നിട്ട് ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ തൊട്ട് മുകളിലുള്ള പാർക്കും നമുക്ക് കാണാം. അവിടെ നല്ല ലൈറ്റ് വെച്ച് അലങ്കൃതമായ സംഭവങ്ങളും കുട്ടികളുടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കതായി കാണാം. അതും തികച്ചും ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അത് നമ്മൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം
നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാം. അവിടെ നല്ലതുപോലെ കുറച്ച് സമയം നമുക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇത്ര നേരം ഫുള്ള് നമ്മൾ ഓട്ടോ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല പുൽത്തകിടിയുണ്ട്, അവിടെ കസേരകൾ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഒരു യൂസ് മീ എന്ന് പറഞ്ഞൊരു കുരങ്ങച്ചൻ്റെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിനകത്തിടാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല രസമാണ് ഈ ഫുഡ് പാത്തും അതുപോലെ തന്നെ ഓരോരോ കളികളൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മൾ പാർക്കിലൊക്കെ കാണത്തില്ലേ, അതേപോലുള്ള മെഷീൻസൊക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞാവയ്ക്കാണെങ്കിൽ ഊഞ്ഞാലിൽ ആടണ്ട, കറങ്ങുന്ന സംഭവത്തിൽ കയറണ്ട. എല്ലാവരും അവൻ ആട്ടിക്കോളാന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവനുണ്ട് ഈ ചവിട്ടി നടക്കുന്ന സംഭവം മാത്രമേ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. കുഞ്ഞാവയ്ക്ക് പൊതുവേ തമിഴ്നാട്ടിലേക്ക് പോയതൊന്നും കുഞ്ഞാവയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞാവയ്ക്ക് വയറിന് പ്രശ്നമായി, ഛർദ്ദിച്ചു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ തപ്പി നടന്നിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസാണ്, അവിടുത്തെ അടിപൊളി ഫോട്ടോസാണ്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത്, അടിപൊളിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്കൊക്കെ ഇറങ്ങി നടക്കാം. ചുറ്റിനും കടകളാട്ടോ, 5 രൂപയുടെയും 10 രൂപയുടെയും എല്ലാ സാധനങ്ങളും, 5 രൂപ മുതൽ 1500 സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് സാധനങ്ങളൊന്നും മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും കൊള്ളത്തില്ല, ഭയങ്കര വിലയും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളും ഭയങ്കര വിലയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്വീറ്റ്സ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അടിപൊളിയായിരുന്നു സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് സ്ട്രീറ്റിലെ വ്യൂസൊക്കെ കാണാം. പക്ഷെ ഞങ്ങൾ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അസ്തമയം കാണാനാണ് പോയത്. അപ്പോൾ നമുക്ക് സൺസെറ്റ് വ്യൂ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചൊരു എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഒരു റൗണ്ട് അപ്പാണ്. നമ്മളെല്ലാം കറങ്ങി വന്ന് നിൽക്കുന്നത് ഒരു സ്ഥലത്താണ്. പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നല്ലതുപോലെ അവർ പറ്റിക്കും, നമ്മൾ മലയാളം പറയുന്നത് കേട്ടാൽ. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്, ഹിന്ദു യാത്രാ നിവാസ്. പക്ഷെ ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മീനും ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ 24 മണിക്കൂർ ഇവിടെ സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് 10 മണി വരെ നമുക്ക് പുറത്ത് പോയിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. 10 മണിയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും രാത്രി. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹോമിലി ആയിട്ട് താമസിക്കാം കേട്ടോ, ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ഒരു ദിവസത്തേക്ക് 500 രൂപയാണ്. അപ്പം ഒരു ദിവസമൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് വരുന്ന അല്ലെങ്കിൽ 2 ദിവസമൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് നാൾ താമസിക്കുന്നവർക്കൊന്നും പറ്റില്ല. നമുക്കൊരു വീട് പോലെ ആയിരിക്കും. ഞങ്ങൾക്ക് 2 ദിവസമാണ് നമ്മൾ എടുത്തത്. വൈകുന്നേരം വന്നിട്ട് പിറ്റേ രാവിലെ നമ്മൾ പോയി. അപ്പം നമുക്ക് ആയിട്ടുള്ളത് 500 രൂപ മാത്രമേ നമ്മളായിട്ടുള്ളൂ. നമ്മൾ ഈ റൂമിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ബാത്റൂമൊക്കെ കോമൺ ആയിരുന്നു, ഒട്ടും വൃത്തിയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ മോർണിംഗ് 5:30ക്കാണ് ഇവിടെ സൂര്യൻ്റെ ഒരു 5 മണി മുതൽ ഒരു സൂര്യൻ്റെ ഒരു ഉദയത്തിൻ്റെ ഒരു ഇതാണ് വരുന്നത്. 6:30 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിരിക്കും. നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി നമുക്കിവിടെ ഒരു സൺറൈസ് പോയിൻ്റ് ഉണ്ട്. അതെല്ലാം അടുത്ത് തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് വരിക. അതിന് കുളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടപ്പുറത്താണ് കുമാരി അമ്മൻ ടെമ്പിൾ, അതായത് കുമാരി അമ്മൻ്റെ ക്ഷേത്രമുള്ളത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ സൺറൈസ് കണ്ടതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് കുമാരി അമ്മൻ്റെ ടെമ്പിൾ കാണാൻ പറ്റും. ആ ടെമ്പിളിൽ കയറുന്നതിന് കുഴപ്പമില്ല. കയറുമ്പം സ്ത്രീകൾ സാരിയും ചുരിദാർ അത്രയും, പിന്നെ പുരുഷന്മാർക്ക് ഉടുപ്പ് അഴിച്ചതിന് ശേഷമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഉടുപ്പിട്ടുകൊണ്ട് പുരുഷന്മാർക്ക് കയറാൻ പറ്റില്ല. ഇതവിടുത്തെ കന്യാകുമാരിയിൽ കടൽ നല്ല പ്രക്ഷുബ്ധമായിട്ടാണ്. നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ പുള്ളിക്കാരൻ താഴ്ന്ന് മുകളിലേക്ക് ഉയർന്നു വരും. നമ്മുടെ വിവേകാനന്ദ പാറയുടെ പുറകിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ സൂര്യനെ കാണാൻ പറ്റും. ഇത് നല്ലൊരു കന്യാകുമാരിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സൺറൈസും സൺസെറ്റും മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അത് നമുക്ക് രാവിലെ എഴുന്നേൽക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ടൊക്കെ പോയിട്ട് ആ സൺറൈസ് ഒന്ന് കാണുവാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. കാരണം നമ്മുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെ വെട്ടമല്ലേ വരിക, അതായത് സൂര്യപ്രകാശമല്ലേ വരിക. ഇവിടെ നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നതും അസ്തമിക്കുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും.
അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണ് കാര്യങ്ങളല്ലേ. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നു, ഉദിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ലോകത്തെ എല്ലാവർക്കും പ്രകാശമൊക്കെ പരത്തുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇതൊക്കെ. ഞാൻ രാവിലെ എണീറ്റിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് സൂര്യ ഉദയം കാണാൻ വേണ്ടിയിട്ട് വന്നു. നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ 5 മണിക്ക് മുന്നിട്ടൊക്കെ ആൾക്കാർ വന്ന് നിൽക്കും. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഇറങ്ങി. നമ്മൾ തൊട്ടടുത്തായിരുന്നു, ഞാൻ കാണിച്ചില്ല, ഹിന്ദു നിവാസം എന്ന് പറയുന്നതിൻ്റെ തൊട്ടു പുറകിലാണ് നമ്മൾ ഈ സൺറൈസും സൺസെറ്റും കാണാനുള്ള ഒരു സംവിധാനം. അവിടെ ആ ഹിന്ദു നിവാസം എന്ന് പറയുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ അടുത്താണ് എല്ലാ സ്ഥലങ്ങളും. ബീച്ചാട്ടെ, നമ്മുടെ കന്യാകുമാരിയിലെ അമ്പലം, ബീച്ച്, വിവേകാനന്ദ പാറ, സൺസെറ്റ്, സൺറൈസ്, നമ്മൾ കാണിച്ചിട്ട് പള്ളി, ഗാന്ധി മണ്ഡപം, അതേപോലെയുള്ള കാര്യങ്ങളിൽ പാർക്കെല്ലാം അടുത്തടുത്താണ്. പിന്നെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിക്കാതിരിക്കുക, പിന്നെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുക കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാകും. അവരുടെ ചോറൊന്നും മേടിച്ച് കഴിക്കില്ല. ചോറ് മേടിച്ച് കഴിച്ചാൽ നമുക്ക് കറിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഫുള്ളും വെള്ളത്തിലുള്ള കറിയാണ്. കടലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, വെള്ളം നിറച്ചും വെള്ളത്തിൻ്റെ കറിയാണ്. അപ്പം ചോറ് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചോറാണ്. കാരണം പച്ചരി പോലെ നല്ല ഇരിക്കുന്ന ചോറാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മുടെ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം സൺസെറ്റ് കാണുക, സൺറൈസ് കാണുക, ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ഞങ്ങൾ കഴിച്ചത് പൂരി കഴിച്ചു. പൂരി, അതിൻ്റെ മസാലക്കറി ഉണ്ട്, പിന്നെ ബട്ടൂറ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഭയങ്കര മധുരത്തിലാണ് അവർ ചായ ഇടുന്നത്. വിത്തൗട്ട് എന്ന് പറഞ്ഞാലും അവർ മധുരം ഇട്ടേ കൊണ്ടുവരുള്ളൂ. അതാണ് കഴിഞ്ഞു. സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നേരെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കാണാനാണ്. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും രാജീവ് ഗാന്ധിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടാകും. അത് കണ്ടതിന് ശേഷം നമുക്ക് സ്ട്രീറ്റ് വ്യൂ നടത്താവുന്നതാണ്. നമ്മുടെ കടലാണിത്. ഈ കടൽ നല്ല പ്രക്ഷുബ്ധമാണ്. എപ്പോഴും ഇങ്ങനെ ആംഗ്രി മൂഡിലാണ് കടൽ, എപ്പോഴും ഒരു ആംഗ്രി മൂഡിലാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തന്നെ വിവേകാനന്ദ പാറയും തിരുവള്ളൂരിൻ്റെ പ്രതിമയും ഒക്കെ കാണാവുന്നതാണ്. നമ്മുടെ ഈ കന്യാകുമാരി ഫുള്ളും ഇങ്ങനെ കാണാം. നമുക്ക് ഈ കടലോ കുറച്ച് നേരം നമുക്കൊരു ഈവനിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ മാറിയിട്ട് ഒരു ചർച്ച് ഉണ്ട്. ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാം. അത് നമ്മുടെ തീർത്ഥാടകരുടെ മധ്യസ്ഥനായ വിശുദ്ധ റോക്ക് എന്ന് പറഞ്ഞൊരു പുണ്യാളൻ്റെ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു പുണ്യാളനാണെങ്കിൽ മുട്ടിൽ മുറിവ് പറ്റിയിട്ട് ഒരു നായയുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പം നായാണ് ഈ പുണ്യാളന് ഭക്ഷണം കൊണ്ട് കൊടുത്തത്. മുറിവിൽ നക്കിയിട്ട് മുറിവ് ഉണക്കിയതാണ്. നായയുടെ കഥ അതാണ്. നമുക്ക് ഇവിടുന്ന് ഇതാണ് ഈ പള്ളി. ഈ പള്ളിയിലാണ് ആ മധ്യസ്ഥൻ്റെ രൂപം വെച്ചിരിക്കുന്നത്. ഇവിടെ മാതാവിൻ്റെ രൂപമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈശോയുടെ രൂപമുണ്ട്. പക്ഷേ ഇവർ മധ്യസ്ഥാനായിട്ട് വെച്ചിരിക്കുന്നത് തീർത്ഥാടകരുടെ പുണ്യാളൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ റോക്കിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് മാതാവിൻ്റെ രൂപം. നമ്മൾ തൊട്ട് ഇപ്പുറത്ത് കാണുന്നതായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അവിടെ നല്ല മീൻ പൊള്ളിച്ചതും കപ്പയും കിട്ടും. അത് കഴിച്ചതിന് ശേഷം നമ്മളിനി കുറച്ച് നേരം സ്ട്രീറ്റിൽ കൂടെ നടന്ന് നല്ല സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഒരു റൂം എടുത്ത് താമസിക്കാം. നമ്മളിപ്പോൾ റൂമിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹിന്ദു നിവാസം എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. ഇറച്ചി, മീനൊന്നും അവിടെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുറത്ത് പോയി കഴിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ഫുള്ളും വെജിറ്റേറിയൻ കഴിക്കാം, അല്ലെങ്കിൽ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവും. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. അങ്ങനെ വെജ് കഴിക്കാം. നമ്മൾ സൂര്യോദയം കണ്ടതിന് ശേഷം, ഇത് സൂര്യോദയം ആവുന്നതിന് മുമ്പുള്ള ഫോട്ടോസാണ് കേട്ടോ. ഒരു 5:30 ആവുമ്പം ഈ ഒരു ഇതായിരിക്കും. എനിക്കിത് കണ്ടിട്ട് നേരിട്ട് കണ്ടു. കാരണം നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ വിഷ്വൽസൊക്കെ. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ഫോട്ടോസാണ്. അപ്പം നല്ല ഭംഗിയാട്ടോ, അടിപൊളി സൂപ്പറാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഫോട്ടോസ് എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്.
അപ്പം ഫോട്ടോസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരിൽ നിന്നും ഫോട്ടോ എടുക്കില്ല. കാരണം അവർ 100 രൂപ 250 രൂപ 350 എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണാണെങ്കിൽ നമുക്ക് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഇവിടെ ആൾക്കാർ ഇറക്കുമായിരുന്നു, പക്ഷെ അവരിപ്പോൾ ഇറക്കുന്നില്ല, അവർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് അടിപൊളിയായിട്ട് കാണും. ഇത് കുമാരിയമ്മൻ ടെമ്പിളാണ്. നമ്മൾ സൂര്യ ഉദയം കഴിഞ്ഞിട്ട് കുമാരിയമ്മൻ അമ്പലം വിസിറ്റ് ചെയ്യാം. ഇതൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കോലം ഇട്ടിരിക്കുന്നതാണ്, അർത്ഥം കോലം ഇട്ടിരിക്കുന്നതാണ്. ഇതൊരു വേറൊരു അമ്പലമാണ്. ഞങ്ങൾ അമ്പലങ്ങളിലൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ഈ സംഭവം മേടിച്ചു, ശംഖിൻ്റെ ഹാങ്ങിങ് മേടിച്ചു. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ ഒരു ദിവസത്തേനാണ് പോയത് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു ദിവസം 12 മണിക്ക് വന്നിട്ട് പിറ്റേ ദിവസം 12 മണിയപ്പോൾ ഇറങ്ങി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ്. 500 രൂപയ്ക്ക് താമസിക്കാം. പിന്നെ ഈ ബൊമ്മക്കുട്ടികളൊക്കെ ഞങ്ങൾ വില ചോദിച്ചായിരുന്നു, പക്ഷേ ഭയങ്കര റേറ്റാണ്. 10,000 6,000 എന്നൊക്കെ അവർ പറയണത്. പിന്നെ നല്ല ഗ്ലാസ് ഉണ്ട്, ഞാൻ എടുത്ത് വെച്ച് നോക്കി. പക്ഷേ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു കൊടുത്തു. പിന്നെ ഈ സംഭവം മാത്രമേ എടുത്തു ചെവിയിൽ വെക്കുന്നത്. അത് 150 രൂപയാണ് കേട്ടോ. ഇവിടെ സ്വീറ്റ്സൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള സ്വീറ്റ്സൊക്കെ തന്നെയാണ്. നമുക്ക് ചക്കയും അലുവയൊക്കെ കേരളത്തിലെ ഫുഡാണ് അവിടെ കൂടുതൽ അവർ വിൽക്കുന്നത്. ഇതെല്ലാവരെയും വെച്ച് ഞാൻ ഫോട്ടോ എടുത്തു. അടിപൊളിയായിരുന്നു. അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ഇതെല്ലാം മെയിനായിട്ടെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പർച്ചേസിങ്ങിന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാം. പിന്നെ ഞങ്ങൾ കന്യാകുമാരി ട്രെയിനിൽ തന്നെ തിരിച്ചു വന്നു. 3:10 തിരിച്ചു വരും. അത് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കന്യാകുമാരി യാത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസാണ് ഇടുന്നത്. അതിലേക്ക് അവിടുന്ന് ഒരു ഓട്ടോയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ. പിന്നെ ഇവർക്കെല്ലാം കണ്ട് കേട്ട് വന്നപ്പോഴേക്കും ക്ഷീണമായിപ്പോയി. പിന്നെ അവിടുന്ന് 5 രൂപ കൊടുത്താൽ തിരിച്ചു കൊണ്ടാക്കും. പക്ഷേ നമ്മൾ ഓട്ടോ പിടിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടേക്ക് 100 രൂപയായി. ഇവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവന്നാക്കി 100 രൂപ കൊടുത്തു. അവിടുന്ന് തിരിച്ച് അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ്. അപ്പോൾ അവിടെ കോർണറുണ്ട്, അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുക. 180 രൂപ, അതായത് 40 രൂപയാണ് ഒരാൾക്ക് തിരിച്ച് വരുന്നതിന്. അപ്പം ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 180 രൂപയായി. അപ്പം പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ് അല്ലെങ്കിൽ പാസഞ്ചർ തന്നെയായിരിക്കും. അത് അവിടുന്ന് 3:10 രാവിലെ അല്ല, വൈകുന്നേരം 3:10 അവിടുന്ന് വിടുന്നത്. അവിടുന്ന് വിട്ടിട്ട് പുനലൂർ എത്തുമ്പോഴേക്ക് 8 മണിയാവും. പുനലൂരിൽ നിന്ന് പോകുന്നത് 6:35 പോയിട്ട് 12 മണിയാകുമ്പോൾ എത്തും. ഓക്കെ, ബൈ ബൈ.